السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. ما بعد. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സീറോ മൗലവി വീണ്ടും ചില തമാശകളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദർശന പംക്തിയിലൂടെ അദ്ദേഹത്തിലെ പുതിയ ദാർശനികൻ പുറത്തു ചാടിയിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം മുമ്പ് AP അബൂബക്കർ മുസ്ലിയാരെ പോലെ ഐക്യം ആഗ്രഹിക്കുന്ന ഒരാളില്ല, അദ്ദേഹം മാനസികമായി സമൂഹം യോജിക്കണമെന്ന് വളരെയധികം കടപ്പാടോടെയും വളരെയധികം തൃപ്തിയോടെയും ആഗ്രഹിക്കുന്നവരാണ് എന്ന് പലപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ആ മനുഷ്യന്റെ നാക്കുകൊണ്ട് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലെ 10-15 വർഷക്കാലം ഈ രാജ്യത്ത് അനൈക്യമുണ്ടാക്കിയ വേറെ ഒരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ ചിലർ വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നു എന്ന ഒരു പത്ര കട്ടിങ് മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ മതത്തിന്റെ പേരിൽ വിദ്വേഷം പുലർത്തുന്നത് കേരളത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഒരു 10-15 വർഷത്തിന്റെ ഇടയിൽ ഈ ഉസ്താദ് അല്ലാതെ വേറെ ആരുമല്ല എന്ന് ഏത് ചെറിയ കുട്ടിക്കും തിരിയും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ മൗലവിക്ക് ഇപ്പോൾ ഇത് ഹാലിളകാൻ കാരണം കേരളത്തിൽ എന്നല്ല, ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഒരു സമ്മേളനമാണ് തൃശൂരിൽ വെച്ച് നടന്ന പണ്ഡിത സമ്മേളനം. സമ്മേളനങ്ങൾ ഒരുപാട് പലയിടത്തും നടക്കാറുണ്ട് എങ്കിലും ഇതുപോലെ ചിട്ടവട്ടങ്ങളെല്ലാം ഒത്ത ഒരേ യൂണിഫോമിൽ ഒരേ ഈക്വൽ സ്വഭാവത്തിൽ ഒരുമിച്ചുകൂടിയ 25,000 പണ്ഡിതന്മാർ, അവർക്ക് വലിയ പഠന പര്യവേഷണ ഗവേഷണ പഠനങ്ങൾ നൽകുന്ന ഒരു സമ്മേളനം ഈ ലോകത്ത് ആർക്കാണ് അത് സംഘടിപ്പിക്കാൻ കഴിയുക? അത് കാന്തപുരത്തിന്റെ ആളുകൾക്ക് മാത്രം, കാന്തപുരത്തിന് മാത്രം കഴിയുന്ന ഒരു കഴിവാണ്. ആ കഴിവിൽ ഈർഷ്യത പൂണ്ട് ഒരു വിഷയം അത്. അതുപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ഒരു കല്യാണത്തിന് പോയി ഒരു ബിരിയാണി അടിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടതിലുള്ള ഒരു പ്രയാസത്തിന്റെ ധ്വനി, ഈ രണ്ട് വിഷയമാണ് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരു മാസത്തിന് ഇടയിൽ തന്നെ മാറ്റിപ്പറയാൻ അദ്ദേഹത്തിന് നിർബന്ധിതമാക്കിയത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞത്, കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറ്റവും അധികം രാഷ്ട്രീയമോ ജാതിയോ മതമോ പ്രസ്ഥാനമോ സംഘടനയോ ഒന്നും യോജിക്കാതെ ഒന്നും നോക്കാതെ എല്ലാം ത്യജിച്ചുകൊണ്ട് ഒരു താല്പര്യവുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ഒരേ ഒരു വ്യക്തി ആര് എന്ന് ഏത് മതസമൂഹത്തിന്റെ മേലധ്യക്ഷന്മാരോട് കേരളത്തിൽ ചോദിച്ചാലും അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആണ് എന്ന് എല്ലാവരും പറയും. വേറെ ഒരു പാർട്ടിയുടെ നേതാവിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഓരോ പാർട്ടിക്കാരും അവരുടെ പാർട്ടി താല്പര്യത്തിന് അനുഗുണമാകുന്ന രീതിയിൽ മാത്രമേ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും ഇങ്ങനെയുള്ള യാത്രകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാറുള്ളൂ. ഏതൊരു സംവിധാനവും തന്റെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സുവർണാവസരമായി അവർ മാറ്റാറുണ്ട്. എന്നാൽ ഇവിടെ ഭൗതികമായി യാതൊരു താല്പര്യവും ഇദ്ദേഹത്തിനില്ല എന്നുള്ളതും, അദ്ദേഹം ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല എന്നുള്ളതും, ഒരു സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതും കേരളക്കരയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം മാരളിക്ക് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ വിഷയങ്ങൾ വെച്ചൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തൽ അത്യാവശ്യമായിരിക്കുകയാണ്. അദ്ദേഹം ചേളാരി കമ്പനിയുടെ വക്കൽ നിന്ന് എന്തോ അച്ചാരം സ്വീകരിച്ചതുപോലെ ചേളാരിക്കാരുടെ മുമ്പത്തെ നാക്കുകൊണ്ട് ഇപ്പോൾ വല്ലാതെ ഫലിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാകാം അവരുടെ ഊർജമായ ദർശന ചാനൽ കയറിയിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കൂലിത്തൊഴിലാളിയെ വെച്ചുകൊണ്ട് കാന്തപുരത്തിനെതിരെ തെറി പറയിപ്പിച്ചാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് മുഴുവൻ കാന്തപുരത്തിനെ ഉപേക്ഷിച്ച് എല്ലാം ആ കമ്പനിയുടെ കൂടെ പോകുമെന്ന് ഈ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഇവന്മാർ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം പ്രായോഗികമായി അവതരിപ്പിച്ച ഒരു വിഷയം, കാന്തപുരം മതത്തിന്റെ ഇടയിൽ ശക്തമായും വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നു എന്ന് പറഞ്ഞ ആ വാദം കേരളക്കര തള്ളിക്കളയുന്ന കാര്യമാണ്. എന്നാൽ മറ്റൊരു വസ്തുതയുണ്ട്. മതത്തിന്റെ ഉള്ളിൽ കയറിക്കൂടിയ മാലിന്യങ്ങളായ വിദഅത്തിന്റെ കക്ഷികൾക്കെതിരെ സന്ധിയില്ലാ സമരമാണ് അദ്ദേഹം 15 വർഷമല്ല അദ്ദേഹം ജനിച്ച് അദ്ദേഹത്തിന് ഈ കാര്യബോധങ്ങളെല്ലാം വന്നേടം മുതൽ ഇനി മരിക്കുന്നത് വരെയും അദ്ദേഹം നടത്താനിരിക്കുന്ന സമരം. ഇതൊരു ആദർശത്തിന് വേണ്ടിയുള്ള സമരമാണ്.
ഇത് അദ്ദേഹം ഉൾക്കൊള്ളുന്നതായ ആദർശത്തിന്റെ മൗലികതയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന പടയോട്ടമാണ്. ഈ പടയോട്ടം നടത്താൻ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു അഭിപ്രായം വന്നതല്ല. ഈ പടയോട്ടം നടത്താൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതും അദ്ദേഹത്തെ നിയമിച്ചതും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ആ സമസ്ത എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? മതത്തിന്റെ ഉള്ളിൽ കയറിക്കൂടിയ ഇത്തരത്തിൽ ബിദ്അത്തിന്റെ മാലിന്യങ്ങളെ മുഴുവനും വെറുപ്പോടെയും വിദ്വേഷത്തോടെയും അവരെ അവഗണിച്ചുകൊണ്ട് സത്യപാത ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്നും അവരുടെ കർമ്മങ്ങൾ വ്യതിരിക്തമായി പോകുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന ഒരു പോംവഴി എന്ന നിലക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് രൂപീകരിക്കപ്പെട്ടത്. ആ സമസ്തയുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി കാന്തപുരം മതത്തിന്റെ ഉള്ളിൽ ഉള്ളവരെന്ന് പറയപ്പെടുന്ന ബിദ്അത്തിന്റെ മുഴുവൻ കക്ഷികളുമായി സന്ധിയില്ലാ സമരം തന്നെ നടത്തും. അത് അദ്ദേഹത്തിനിക്ക് പാരമ്പര്യമായി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. ബിദ്അത്തിന്റെ കക്ഷിക്കാര് വന്നാൽ അവരുമായി യാതൊരു സഹകരണവും പാടില്ല എന്ന് ഇസ്ലാമിന്റെ സന്ദേശമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പഴയ കാലഘട്ടത്തിൽ ഖദരിയാക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിലെ ആദ്യത്തെ ഒരു അവാന്തര വിഭാഗമായിരുന്നു ഖദർ വിശ്വസിക്കാത്ത ഖദരിയാക്കൾ. അങ്ങനെയുള്ളൊരു വിഭാഗം വന്നപ്പോൾ ആ ഖദരിയാക്കളെ പറ്റി ഈ സമുദായത്തിലെ മജൂസികൾ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ സമൂഹത്തെ ദുർബലമാക്കാനും മലിനമാക്കാനും ഇറങ്ങിത്തിരിച്ച ഈ മജൂസികൾ, ഈ സമൂഹത്തിലെ മജൂസികളുമായി ഒരിക്കലും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. അവരെ ജനാസ നിങ്ങൾ സന്ദർശിക്കാൻ പാടില്ല. അവരെ മരണപ്പെട്ടാൽ നിങ്ങൾ പോകാൻ പാടില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാനും പാടില്ല എന്ന് വലാ തശ്ഹദൂഹും വലാ തുസല്ലൂ അലൈഹിം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ബിദ്അത്ത് അതാണെങ്കിൽ ഇന്ന് അതേ പതിപ്പിലുള്ള ഒരുപാട് ബിദ്അത്തിന്റെ കക്ഷികളുണ്ട്. ആ കക്ഷികളോട് മുഴുവനും സമരം ചെയ്യണമെന്നും അങ്ങനെയുള്ള സമരമാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്നും മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അദ്ദേഹം തന്റെ ഖുന്യത്തു ത്വാലിബീൻ എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം, ഇങ്ങനെയുള്ള ബിദ്അത്തുകാരുമായി ഒരിക്കലും സൗഹാർദ്ദം പങ്കിടാൻ പാടില്ല. അവരെ അവഗണിക്കുന്നവർക്കാണ് ഈമാനിന്റെ കട്ടി കൂടുന്നത്. മാത്രമല്ല അവരോട് ആരെങ്കിലും സന്തോഷത്തോടുകൂടെയും വിനയത്തോടുകൂടെയും പ്രവർത്തിച്ചാൽ അവന്റെ ഈമാനും അവന്റെ ഹിഫ്ളുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. ആ മഹാന്മാര് പടുത്തുയർത്തിയ അല്ലെങ്കിൽ അവര് സ്ഥാപിതമായി നിലനിർത്തിപ്പോന്ന ആദർശ സംരക്ഷണത്തിന് വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയുടെ കാഴ്ചപ്പാടാണ് കാന്തപുരം മതത്തിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായങ്ങളല്ല. ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ മതത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ശക്തികളുമായി കാന്തപുരം എന്നും പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കും. അതേസമയം ഇന്ത്യ രാജ്യം പോലെയുള്ള സെക്യുലർ രാജ്യത്ത് മതേതര രാജ്യങ്ങളിൽ മറ്റു മതക്കാരുമായി പരമാവധി സൗഹാർദ്ദം പുലർത്തണമെന്ന് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പറയുന്നു. ഇന്ത്യ പോലെയുള്ള സെക്യുലർ രാജ്യങ്ങളിൽ അമുസ്ലിങ്ങളുമായി എങ്ങനെ പെരുമാറണം, അവരുമായി സൗഹാർദ്ദത്തിൽ പെരുമാറി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലാത്ത രീതിയിൽ ജീവിതം നയിക്കണമെന്നും അതേസമയം ഈ സമൂഹത്തിന്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ബിദ്അത്ത് കക്ഷികളുമായി അവരെ മയ്യിത്ത് നിസ്കരിക്കുകയോ അവരുടെ ജനാസ സന്ദർശിക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല എന്നുമാണ് ഈ മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആദർശം ഇന്നുള്ള ചേളാരി കമ്പനിക്ക് കൈമോശം വന്നുവെങ്കിൽ ആ ചേളാരി കമ്പനിയെ കുറിച്ച് അദ്ദേഹം വളരെയധികം പുകഴ്ത്തി പറയുന്നുണ്ട്. അവര് വളരെ പക്വതയോടുകൂടെ പ്രവർത്തിക്കുന്നു. അതേസമയം വിദ്യാർത്ഥികാരോടൊക്കെ അവർക്ക് വളരെ അലർജിയാണ്. അതേസമയം ശരീഅത്ത് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ അവരൊന്നിക്കുന്നു എന്ന്. ഇങ്ങനെയുള്ള പൊതുവിഷയങ്ങളിൽ ഈ സമൂഹത്തിന് മുമ്പിലുള്ള 99% വരുന്ന സുന്നികൾ മാത്രം ശബ്ദിച്ചാൽ മതി. മറ്റുള്ളവരെ കൂട്ടത്തിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അവർ വേണമെങ്കിൽ സ്വന്തമായി ശബ്ദിക്കട്ടെ. ഇതാണ് സമസ്ത രൂപീകരിക്കുമ്പോൾ ആ നേതാക്കന്മാർക്കുണ്ടായിരുന്ന നയം. അല്ലെങ്കിൽ അന്ന് ഐക്യസംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലേ, പിന്നെന്തിനാ സമസ്തയുടെ ആവശ്യം? അപ്പൊ ആ ആദർശം ഈ ചേളാരി കമ്പനിയുടെ വക്കൽ നിന്നും കൈമോശം വന്നുവെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മളല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞ ഇല്ലാത്ത ചേളാരിക്കാര് സാധാരണ പറയുന്ന കുറെ ദുരാരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സമസ്തക്ക് വേണ്ടിയിട്ട് വിധി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ചേളാരികൾക്ക് നല്ല പക്വതയാണെന്ന് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചേളാരി കമ്പനിയിൽ നിന്ന് നമ്മൾ വിട്ടുപോരാൻ കാരണം നദവിക്കൊപ്പം ആ സമസ്തയുടെ നേതാക്കൾ സ്റ്റേജ് പങ്കിട്ടത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ചരിത്രം എന്തുകൊണ്ടാണ് രണ്ട് ഗ്രൂപ്പ് ആകാൻ കാരണമെന്ന്
ചേളാരി കമ്പനി പഠിപ്പിച്ചു കൊടുത്ത ചില ഫോർമുലകൾ മാത്രം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാനാഞ്ചിറയിലോ മധുവിന്റെ ഒപ്പം പങ്കെടുത്തത് ഒരു അടിസ്ഥാനപരമായ ഭിന്നിപ്പിനൊരു കാരണമായിരുന്നില്ല. അതൊക്കെ അതിന് നേതാക്കന്മാരിൽപ്പെട്ട ചിലർ ചെയ്ത അപാകതകൾ മാത്രമായിരുന്നു. എന്നാൽ സമസ്തയുടെ മിൻസ് തിരുത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ പാഠഭാഗങ്ങൾ നീക്കം ചെയ്തതിൽ ഉൾപ്പെടെയുള്ള, അതുപോലെ കോടതിയിൽ വേണ്ടാത്ത രേഖകളെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ജനറൽ സെക്രട്ടറിക്ക് അധികാരം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഹക്കിന്റെ എല്ലാവിധ അംശങ്ങളും ആ കമ്മിറ്റിയിൽ നിന്നും അപ്പോൾ കൈമോശം വന്നപ്പോൾ അതിൽ നിന്നും ഇറങ്ങി വന്ന് അതിന്റെ പരമാധികാരി ജനറൽ ബോഡിയാകുന്ന ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് ആ ജനറൽ ബോഡി പുതുതായി സമസ്ത പുനഃസംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതല്ലാതെ ഇവരവകാശപ്പെടും പോലെ കുറച്ച് ആൾക്കാരെ ഇറങ്ങി വന്നുകൊണ്ട് അങ്ങോട്ട് പോയതല്ല. ഇറങ്ങി വന്നവർക്കും അധികാരമുണ്ട്. ആ ആൾക്കാരെ തെരഞ്ഞെടുത്ത പരമാധികാര ജനറൽ ബോഡി, ആ ജനറൽ ബോഡി ചേർന്നിട്ടാണ് സമസ്ത എന്ന് പറയുന്ന 2 കമ്മിറ്റിയില്ല, ഒറ്റ കമ്മിറ്റിയാണ്. അത് ജനറൽ ബോർഡിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ ജനറൽ ബോഡി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും AP ഉസ്താദ് സെക്രട്ടറിയുമായിട്ട് സമസ്ത പുനഃസംഘടിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പഴകിയതായ വിഷയങ്ങളാണ്. അപ്പൊ ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ നാട്ടുകാരെ ഉണർത്താൻ വേണ്ടി അദ്ദേഹം ഫിത്നയുടെ ഓരോ കോമ്പലകൾക്ക് തീ കൊളുത്തുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും ആരും തന്നെ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ കാന്തപുരം പറയുന്നതിനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അഥവാ കുവൈത്തിൽ പോയിട്ട് നാദിർ നൂരിയുടെ മുമ്പിൽ അദ്ദേഹം എല്ലാവരും ഐക്യമാകണമെന്ന് ഒപ്പുവെക്കുകയും ഇവിടെ വന്നതിന് ശേഷം ആ ഐക്യത്തിനെതിരെ നീങ്ങുകയും ചെയ്തു. ഇങ്ങനെ കാപട്യമാണ് അദ്ദേഹം പുലർത്തിയതെന്ന്. ഐക്യ കരാറ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പുലർത്തുകയാണെങ്കിൽ എല്ലാവരും സുന്നിയാകുന്ന അവസ്ഥയാണുള്ളത്. കാരണം യജിബു തഖയ്യുദു ബിമാ അജ്മഅ അലൈഹി അയിമ്മത്തുൽ മുജ്തഹിദീൻ എന്ന് പറഞ്ഞ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന്, ആ വിഷയം ഖണ്ഡിതമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്ന കരാർ ഉൾപ്പെടെയുള്ള 17 കരാറുകളാണ് അതിലുള്ളത്. അത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന് അനുകൂലമായിട്ട് വരുന്നതാണ്. അതിൽ ഒപ്പിട്ടുവെങ്കിൽ ആ മദ്ഹബിനെ ഇവിടെ വന്ന് തള്ളിപ്പറയുന്നവരെ തള്ളിപ്പറയാനും ഈ ഒപ്പിട്ടവർക്കും അല്ലാത്തവർക്കും അധികാരമുണ്ട്. അതല്ലാതെ കാന്തപുരം വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരു കല്യാണത്തിന് അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ കല്യാണത്തിന്റെ മുമ്പത്തെ ദിവസം വന്നുകൊണ്ട് അദ്ദേഹം ആ കുട്ടി വന്നിട്ട് നിങ്ങൾ കല്യാണത്തിന് വരരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ, ഈ നമ്മളെ ആളുകളൊക്കെ ആ പരിപാടിയിൽ വരാത്ത അവസ്ഥ വരും, അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കണമെന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന് ഒരു ബിരിയാണി മുടങ്ങിയ ഈർഷ്യത കൂടെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നയമാണ്. ഈ സീറോ മൗലവി എന്ന് പറയുന്നത് ബിദ്അത്തുകാരുടെ അപ്പോസ്തലനാണെന്നാണ് കാന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. അവർ ബിദ്അത്തുകാരനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിദേഹത്തുകാരോട് എങ്ങനെ പെരുമാറണമെന്ന് കിതാബിൽ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ച ആ കാര്യം പുലർത്താൻ ഞങ്ങൾ ബദ്ധശ്രദ്ധരാവേണ്ടതുണ്ടല്ലോ. ആ ബദ്ധശ്രദ്ധ ഞങ്ങൾ പുലർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നിങ്ങൾക്കൊപ്പം പോയി കിടന്നിറങ്ങാൻ ചേളാരി കമ്പനിക്കൊപ്പം പോകാവുന്നതുമാണ്. ഇതല്ലാതെ മയ്യിത്ത് നിസ്കാരത്തിന് തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വഹാബിയുടെ ഒരു മയ്യിത്ത് നിസ്കരിക്കാൻ സുന്നികൾ തയ്യാറാവില്ല, അത് ചെയ്യരുത് എന്ന് മഹാന്മാരെ നമ്മളെ കിതാബിലൂടെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹിന്റെ ചര്യയിലൂടെ വന്നതാണ്. അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഒരു ബിദ്അത്തുകാരനെ കണ്ടാൽ പോലും പുഞ്ചിരിക്കാൻ പാടില്ലെന്നാണ് ഷെയ്ഖ് ജീലാനി പറഞ്ഞത്. നിങ്ങൾ ബിദ്അത്തുകാരാണെന്ന് കാന്തപുരം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹം ബിദ്അത്തുകാരല്ല എന്ന് കാന്തപുരത്തെ നിങ്ങൾ വിശ്വസിപ്പിക്കൂ. നിങ്ങളെപ്പോലെയുള്ള വഹാബിയാദി കക്ഷികളൊന്നും ബിദ്അത്തുകാരല്ല എന്ന് കാന്തപുരത്തെ നിങ്ങൾ ധരിപ്പിക്കൂ. എന്നിട്ട് അദ്ദേഹം വീണ്ടും എതിർപ്പ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചിന്തിക്കാം വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയാത്ത കുറെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതൊക്കെ പള്ളിയിൽ വെച്ചുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ മയ്യിത്ത് നിസ്കാരത്തെ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഉണ്ടോ ഇല്ല എന്നറിയില്ല. ഏതായാലും ആദർശത്തിനോട് യോജിക്കാത്ത, കിതാബിൽ പറഞ്ഞ നയങ്ങളോട് യോജിക്കാത്ത ഏതെങ്കിലും ഒരു മയ്യിത്ത് നിസ്കാരം, ഒരു വഹാബി ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വഹാബിയായ മകൻ മയ്യിത്ത് നിസ്കരിക്കുന്നത് ബോധ്യപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അത് അവർ ആദർശത്തോടുള്ള പ്രതിബദ്ധത പുലർത്തിയതാണ്, അവർ പഠിച്ച ആശയം പുലർത്തിയതാണ്. അത് ആരെ വിഷയത്തിലും ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ അവർ ആദർശം ഉയർത്തിപ്പിടിച്ചു, അവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. എന്നല്ലാതെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒപ്പിച്ചു വിട്ടു കൊടുക്കുന്ന, ഇവിടെ ആണെങ്കിൽ ഇവിടെ പറ്റും, സലാം ചെല്ലാൻ പറ്റുന്നോട് സലാം ചെല്ലും, ഇങ്ങനെ ഓരോന്നിനും ഒപ്പിച്ചു കൊടുക്കുന്ന ചേളാരി കമ്പനികളെ മാത്രമേ നിങ്ങൾക്ക് കൂട്ടാളികളായും ഇങ്ങനെ വളച്ചും തിരിച്ചുമൊക്കെ നിയമങ്ങൾ ഒപ്പിച്ചു കൊടുക്കാനും കിട്ടുകയുള്ളൂ എന്ന് സീറോ മൗലവിയോട് നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അമർഷം
ഈ സമ്മേളനം വിജയിച്ചിട്ടുള്ള പ്രശ്നവും അദ്ദേഹത്തിന്റെ ബിരിയാണി മുടങ്ങിയ പ്രശ്നവുമാണ്. ഇത് പരിഹരിക്കാൻ കാന്തപുരത്തെ കുതിര കയറിയതൊന്നും കാര്യമില്ല. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും വസ്തുതകളും സത്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് കാന്തപുരത്തെ തിരുത്താനോ അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ നയങ്ങളെ ജനങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനോ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മുഴുവൻ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എതിരാളികൾ പോലും മാനസികമായി അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാന്തപുരവും അദ്ദേഹത്തിന്റെ അനുയായികളും ഉയർന്നിട്ടുണ്ട് എന്ന് സീറോ മൗലവി മനസ്സിലാക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള വിഴുപ്പലക്കലുകൾ നടത്തിയിട്ട് നിങ്ങൾ സ്വയം പരിഹാസ്യരാവരുത്. നിങ്ങൾ പറഞ്ഞ വാദത്തിന് ഒരു കൊല്ലത്തെ പഴക്കമെങ്കിലും ഉണ്ടായെങ്കിൽ അത് പിൻവലിച്ചതിൽ നമുക്ക് ഖേദമുണ്ടാവുമായിരുന്നില്ല. പക്ഷേ വായ പൂടുന്നതിന് മുമ്പ് പറഞ്ഞതിനെതിരെ ശബ്ദിക്കുന്ന അത് വിദ്യാർത്ഥികാരുടെ മുഴുവൻ ആളുകളുടെയും ആശയമാണ്. അത് നിങ്ങൾ പുലർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് പ്രബുദ്ധരായ കേരളം, സുന്നി കേരളം കാന്തപുരത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കും. അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ മസാല ഒപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ആരും തന്നെ ഉണ്ടാവില്ല. ആരും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ വാടക പ്രാസംഗികന്മാരെയും വാടകയ്ക്ക് ചാനലിൽ വന്ന് ഓരിയിടുന്നവരെയും സൃഷ്ടിച്ചെടുക്കുകയും വാടകയ്ക്ക് വിളിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് അങ്ങനെയുള്ള ദുരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക എന്ന് ഉണർത്തി നാം എല്ലാവരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിർത്തുകയും ഇത്തരം അപര കക്ഷികളെയും ഇത്തരം വായാടികളുടെ അബദ്ധജടിലമായ ജൽപ്പനങ്ങളെയും തള്ളിക്കളയാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിന്റെ ഈമാനും അവരുടെ വിശ്വാസവും അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.